എല്ലാ ദിവസവും ഹാർവസ്റ്റ് ടിവിയിൽ രാവിലെ 6 മുതൽ 7 വരെ പ്രാർത്ഥിക്കുന്ന കേരളം, പ്രേയിങ് കേരള. ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ കോട്ടയം ഗ്രേസ് ചാപ്പൽ കുടുംബം ഒരുക്കുന്ന പ്രേയിങ് കേരള എന്ന ഈ പ്രാർത്ഥന ആരാധന ഞങ്ങളെല്ലാ ബഹുമാന്യ പ്രിയമുള്ളവരെയും സ്വാഗതം ചെയ്യാം. ഈ പ്രഭാതത്തിൽ നമുക്കൊന്നിച്ച് 2 കരങ്ങൾ ഉയർത്തി great things in store for us. You are chosen by God and you are created easily that God's plans will be accomplished in your life. God wants your life and Jesus loves you. ദൈവത്തിന് താങ്കളെ ആവശ്യമുണ്ട്. ദൈവത്തിന്റെ സദൃശ്യത്തിൽ സ്വരൂപത്തിൽ താങ്കളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. ദൈവം താങ്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. യേശു തന്റെ ഇഷ്ടം താങ്കളിലൂടെ നിറവേറ്റുവാൻ ഇഷ്ടപ്പെടുന്നു. 2 കരങ്ങൾ ഉയർത്തി നന്ദിയോടെ ഒന്നാം സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള വാക്കുകൾ. അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറയിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു. Book of Ephesians, chapter 6, verse 10 and 5, verse 26. എല്ലാത്തിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ.
ദുഷ്ടന്റെ തീ അമ്പുകളെ ഒക്കെയും കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിനും. വായിച്ചു വരുമ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന സംരക്ഷണ കവചങ്ങളെ കുറിച്ച് അവിടെ എടുത്തു പറയുന്നത്. തലയിൽ ധരിക്കുന്ന ഹെൽമെറ്റ്, കയ്യിൽ വഹിക്കുന്ന ആയുധം, അരയിൽ ധരിക്കുന്നത്, അവിടെ നമ്മെ മുഴുവൻ സംരക്ഷിച്ചു നിൽക്കുന്ന ആയുധങ്ങളെല്ലാം. അപ്പൊ 6:16 നമ്മൾ വായിച്ചു, the shield of faith wherewith you shall be able to quench all the fiery darts of the wicked. ദുഷ്ടന്റെ സകല തീയമ്പുകളെയും കെടുത്തേണ്ടതിന് നിങ്ങൾ സകലത്തിലുപരിയായി വിശ്വാസത്തിന്റെ പരിച. എന്നോടൊപ്പം ബൈബിൾ എടുത്ത് കഴിയുമെങ്കിൽ എഫേസ്യർ 6:16 ഏത് ഭാഷയാണോ താങ്കൾക്ക് സൗകര്യം അതിൽ വായിച്ച് മനസ്സിലാക്കുക. Above all, taking the shield of faith wherewith you shall be able to quench all the fiery darts of the wicked. ശത്രുവിന്റെ സകല തീയമ്പുകളെയും. അപ്പൊ അവിടെ എടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശത്രു തീയമ്പുകള് സകലം മാത്രം അതിനെ ഇല്ലാതാക്കുക, ക്വഞ്ച് ചെയ്യുക, നശിപ്പിച്ച് കളയുക. അപ്പൊ ഈ വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവവചനത്തിന്റെ പാഠങ്ങൾ ഗ്രഹിക്കേണ്ടതിന്. wherewith you shall be, അവിടെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കഴിവുള്ളവരായി മാറുമെന്ന വിശ്വാസത്തിന്റെ പരിചയ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശത്രുവിന്റെ സകല തീയമ്പുകളെ നശിപ്പിക്കാൻ കഴിയും എന്നാ അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ആ വാക്ക് യു ഷാൽ ബി ഏബിൾ ടു, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കിന്റെ മൂലപദത്തിൽ നിന്ന് ആ വാചകം തർജ്ജമ ചെയ്ത് വരുമ്പോൾ ശരിക്കും നമ്മുടെ ഭാഷയിലേക്ക് വരികയാണെങ്കിൽ ബൈ വിച്ച് യു വിൽ ബി ഡൈനാമിക്കലി എംപവേർഡ്. അവിടെയും ഉപയോഗിച്ചിരിക്കുന്നു. നോക്കി, ബൈബിളിൽ ഉടനീളം നമുക്ക് ആ വാക്ക് കാണാൻ വേണ്ടി അതിൽ നിന്ന് ഡൈനാമിറ്റ് പറഞ്ഞു. ഡൈനാമിറ്റ് എവിടെയും പൊട്ടിയെന്ന് കേട്ടാ ഉള്ളതെന്താണോ അതിനെ മുഴുവൻ നശിപ്പിക്കാൻ അതിനൊരു ശേഷിയുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരോട് ഇങ്ങനെ പറയട്ടെ, പൗലോസ് എന്ന ദൈവത്തിന്റെ ഭക്തനിലൂടെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് ദൈവമക്കൾക്ക് ഈ ദൂത് നൽകുമ്പോൾ ദൈവ സൃഷ്ടിയായ നമുക്ക് യേശുവിൽ വിശ്വസിച്ച് യേശുവിന്റെ മക്കളായി തീർന്ന ഓരോ വ്യക്തിക്കും ദൈവത്തിന്റെ വചനം തിരുനോക്കിക്ക് അവർ വിശ്വാസത്തിന്റെ പരിചയം എടുത്ത് നിൽക്കുമ്പോൾ ശത്രു ചെയ്യുന്ന ഏത് തീ അമ്പുകളെയും നശിപ്പിച്ചു കളയാൻ, ഇല്ലാതാക്കാൻ പൗലോസ് എന്ന ദൈവത്തിന്റെ ഭക്തൻ പരിശുദ്ധാത്മാവ് കൊടുത്ത ഈ വെളിപ്പാട് ദൈവസഭയ്ക്ക് എഴുതുമ്പോൾ മിക്കപ്പോഴും റോമൻ സാഹചര്യം തന്റെ ഉള്ളിലുണ്ട്. ആ റോമൻ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പല വാക്കുകളും ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, അവിടെ ക്വഞ്ച് എന്നൊരു പദമുണ്ട്. ഇല്ലാതാക്കുക, നശിപ്പിക്കുക, ആഴ്ത്തിക്കളയുക, മുക്കിക്കളയുക, നശിപ്പിക്കുക. വിശ്വാസത്തിന്റെ പരിചയം എടുത്ത് ശത്രുവിന്റെ സകല തീയമ്പുകളെയും കെടുത്തിക്കളയുക. അപ്പൊ ആ കെടുത്തിക്കളയുക എന്നൊരു പദം വന്നിരിക്കുന്നത് ഷെനൂമി, quench, dousing or extinguished by drowning in water. റോമൻ പട്ടാളക്കാര് യുദ്ധത്തിനു വേണ്ടി ഇറങ്ങുമ്പോൾ ആ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് തീ അമ്പുകള്, അമ്പ് വലിയ അമ്പ്. ആ അമ്പിന്റെ അഗ്രം തുണി കൊണ്ടോ വല്ലതും ചുറ്റിയിരിക്കും. അത് മുഴുവൻ തീ പിടിക്കാൻ ശേഷിയുള്ള ദ്രാവകങ്ങളോ വല്ലവും അത് മുക്കി വെച്ചിരിക്കും, അല്ലെങ്കിൽ ഉണങ്ങിയ പൗഡർ അതിനകത്ത് നിറച്ചിരിക്കും. മാത്രമല്ല ആ അമ്പിന്റെ അകഭാഗം, ഇത് സാധാരണയായി നീളമുള്ള അകം പൊള്ളയായ ഒരു ഹാൻഡിലാണ് ഇതിനുള്ളത്, ഈ അമ്പിനുള്ളത്. അത് മുഴുവൻ തീ പിടിക്കാൻ ശേഷിയുള്ള ദ്രാവകങ്ങളോ പൗഡറോ നിറച്ചിരിക്കും. ഇതാണ് ചെയ്യുന്നത്. അപ്പൊ ഈ അമ്പ് വരുന്നത് തടയേണ്ടതില്ല, ഇത് വന്ന് തടഞ്ഞ തീ ഉണ്ടാവും. അപ്പൊ റോമൻ പടയാളികൾ ചെയ്യുന്നത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ അവരുടെ പരിച അവരാഴമേറിയ വെള്ളത്തിൽ മുക്കും. കുറെ നേരം ഇത് മുക്കി വെച്ചിട്ട് ഈ വെള്ളം അതേ മുഴുവൻ കുതിർന്നിരിക്കുന്ന രീതിയിൽ വരെ സമയം വരെ ഇത് മുക്കി വെച്ചിട്ടാണ് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുന്നത്. അപ്പോ ഈ തീയ അമ്പ് ശത്രു എയ്യുന്നത് അവരുടെ നേരെ വരുമ്പോൾ ഈ പരിചയിലുള്ള വെള്ളം നിമിത്തം, ആ പരിചയുടെ പ്രത്യേകത എവിടെയെങ്കിലും തട്ടിയാൽ ഉടൻ
സ്പാർക്കായി തീയാകും. അപ്പൊ ഇതിൽ വെള്ളമുള്ളത് കൊണ്ട് ആ പരിചയുടെ ആ വരുന്ന അമ്പിന്റെ ശേഷി നിശേഷം നഷ്ടപ്പെട്ടു പോകും. നോക്കിക്കേ, ദൈവത്തിന്റെ വചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ വാക്കും അതിന്റെ ആഴങ്ങൾ എത്ര ശ്രേഷ്ഠമാണ്. രണ്ട് കാര്യങ്ങൾ ഞാൻ ഇന്ന് പകൽ ഇവിടെ ഓർമ്മ വെച്ചു. ഒന്ന്, നമ്മൾ സ്വർഗീയമായ യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ ദൈവികമായ ശക്തിയാൽ നമ്മൾ നിറയപ്പെടും. ഇന്ന് താങ്കളുടെ കാര്യവും ഞാൻ പറയുന്നത്, ഇനി വിഷമിച്ചിരിക്കേണ്ട. യേശുവിൽ വിശ്വസിക്കുന്ന ഈ നിമിഷം തന്നെ സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്യുന്നതന്റെ ശക്തി താങ്കളുടെ മേൽ നിഴലിടും. അടുത്തത്, ദൈനംദിന ജീവിതത്തിൽ ശത്രു ചെയ്യുന്ന ഓരോ അമ്പുകളെയും നിഷ്പ്രയോജനമാക്കുവാനുള്ള ശേഷി നമുക്ക് നൽകുന്ന വിശ്വാസത്തിന്റെ പരിച. താങ്കളുടെ കാര്യം തന്നെ ഞാൻ സംസാരിക്കുന്നത്. ഇനിയും അവിടെ വിഷമിച്ച് കിടക്കാതെ സടകുടഞ്ഞ് എഴുന്നേറ്റ് രണ്ട് കരങ്ങളും ഉയർത്തി ഞങ്ങളോടൊപ്പം ഈ പാട്ട് ചേർന്ന് പാടുമ്പോൾ വിശ്വാസത്തിന്റെ പരിച. യേശുവിൽ വിശ്വസിച്ച വ്യക്തിയാണ് താങ്കളെങ്കിൽ താങ്കളുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി ദൈവവചനത്തിൽ 5-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന്. അപ്പൊ വചനം വെള്ളമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പൊ റോമൻ പട്ടാളക്കാര് അവരുടെ പരിച വെള്ളത്തിനകത്ത് പൊക്കുന്നു. ഇവിടത്തെ വെള്ളം എന്താ? ഒരു ദൈവവേദന നൽകിയിരിക്കുന്ന വെള്ളം എന്താ? വചനം. ഓരോ ദിവസവും വിശ്വാസം വചനം എന്ന വെള്ളത്തിലേക്ക് ആഴത്തിൽ മുക്കി വിശ്വാസം എന്ന പരിച നിറഞ്ഞ് വചനത്താൽ നിറയപ്പെട്ടു നിൽക്കുമ്പോ, ദൈവത്തിന്റെ വചനത്താൽ നിറയപ്പെടുമ്പോ ശത്രു എയ്യുന്ന ഒരായുധവും നമ്മുടെ മേൽ ഫലിക്കുകയില്ല എന്ന ദൈവവചനം നമ്മിൽ ഓരോരുത്തരിലും നിറവേറും. പിശാച് ജീവിതത്തിൽ വരെ കൊണ്ടുവരുന്ന ആയുധങ്ങൾ മിക്കപ്പോഴും അത് ഹാംലെസ് ആണെന്ന്, ഉപദ്രവകാരിയല്ലെന്നാണ് നമുക്ക് എല്ലാവർക്കും ചിന്തയുണ്ടാകുന്നത്. പക്ഷെ ഓർക്കുക, അത് എപ്പോഴും അത് അൺചെക്ഡ് ആയിട്ട് അതിനെ ശ്രദ്ധിക്കാതെ പോയാൽ നാളെ അത് പൊട്ടിത്തെറിക്കാവുന്ന നാശങ്ങൾ, വ്യക്തി ജീവിതം, കുടുംബജീവിതം, തലമുറകൾ, ദേശങ്ങൾ, രാജ്യങ്ങൾ ഒന്നടങ്കം നശിച്ചു പോകുന്ന ആയുധങ്ങൾ അവർ കാണപ്പെടുന്നത് തീരെ അപ്രയോജനമായ ഒരായുധമെന്ന് തോന്നിയാലും അതിൽ നശിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, കള്ളൻ വന്നത് അറുക്കുവാനും കുടിക്കുവാനും മോഷ്ടിക്കുവാനും, എന്നാൽ യേശു വന്നത് ജീവനും നമുക്ക് സമൃദ്ധമായ ജീവനും ഉണ്ടാകേണ്ടതിന്. അപ്പൊ ഇത്രയും കാര്യം ഞാൻ പറഞ്ഞതിൽ ഒന്ന്, നിങ്ങൾ യേശുവിൽ നാം വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്ന സ്വർഗീയ ശക്തിയാൽ നമ്മൾ നിറയപ്പെടുന്നു. രണ്ട്, ഏതു തീയമ്പുകളെയും നശിപ്പിക്കാൻ വചനമെന്ന ആ വെള്ളത്തിലേക്ക് വിശ്വാസത്തെ നമ്മൾ ആഴത്തിൽ മുക്കി അത് കുതിർത്തു നിർത്തും. ആയുധങ്ങൾ എത്ര ശക്തമായി വന്നാലും ദൈവത്തിന്റെ വചനം, രാവിലെ വായിച്ച 91-ാം സങ്കീർത്തനത്തിന്റെ ആരംഭവാക്യങ്ങൾ എത്ര ശ്രേഷ്ഠമാണ്. അത്യുന്നതന്റെ മറവിൽ വസിക്കുക, സർവശക്തന്റെ നിഴൽ കീഴിൽ പാർക്കുക, യഹോവ നമുക്ക് പരിചയവും പലകയുമാകുന്നു. ഇന്ന് പകൽ താങ്കൾ ഉത്തരവാദിത്തമില്ലാത്ത വ്യക്തിയല്ല. താങ്കൾക്കൊരു സൃഷ്ടിതാവുണ്ട്, താങ്കൾക്ക് സ്വർഗീയ പിതാവുണ്ട്, താങ്കൾക്കൊരു രക്ഷിതാവുണ്ട്. വിശ്വാസത്തോടെ യേശുവിന്റെ സന്നിധിയിലേക്ക് ഓടി വന്ന് ഈ യേശു വലിയ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യും. രണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആശുപത്രിയിൽ കിടക്കയിലാകാം, ഒരുപക്ഷെങ്കിൽ ഭവനങ്ങളിലാകാം, അല്ലെങ്കിൽ യാത്രാമധ്യയിൽ എയർപോർട്ടിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൊതുസ്ഥലത്ത് നിന്നായിരിക്കും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരോട് പറയട്ടെ, ശത്രു ചെയ്യുന്ന ആയുധങ്ങളുടെ മുമ്പിൽ നശിച്ച് തകർന്നു പോകാനുള്ള ജീവിതമല്ല താങ്കൾ. ഈ കടഭാര നിമിത്തം എന്നേക്കുമായി ആയുസ് നഷ്ടപ്പെടുത്താൻ ഉള്ള ജീവിതമല്ല താങ്കൾ. 10-ാം ക്ലാസ്സിലോ പ്രീ ഡിഗ്രിക്കോ ഏതെങ്കിലും പ്രവേശന പരീക്ഷകളിലോ തോറ്റത് കൊണ്ട്, പ്രതീക്ഷിച്ച റാങ്ക് ലഭിക്കാഞ്ഞത് കൊണ്ട് ശത്രുവിന്റെ ആയുധം ഇതിന് കീഴടങ്ങി നശിച്ച് ദൈവിക ഉദ്ദേശങ്ങൾ ഓടി ഒളിക്കാനുള്ള ജീവിതമല്ല താങ്കൾ. യു ആർ ക്രിയേറ്റഡ് ഫോർ എ ഗ്രേറ്റർ പർപ്പസ്. താങ്കളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഉന്നതമായ ഉദ്ദേശങ്ങളുടെ നിറവേറലിന് വേണ്ടിയാണ്. ആൻഡ് ഗോഡ് ഹാസ് ഗ്രേറ്റ് ഹൈറ്റ്സ്
kept for your life. ദൈവത്തിന് താങ്കൾക്ക് വേണ്ടി ഉയർന്ന പടവുകൾ, ഉയർന്ന മണ്ഡലങ്ങൾ ദൈവം താങ്കൾക്കായി കരുതിയിരിക്കുന്നു. So let's shake off everything that is haunting us from our advancement. മുൻപോട്ട് പോകുന്നതിൽ നിന്ന് നമ്മെ തടഞ്ഞു നിർത്തുന്ന സകലതയെയും നമുക്ക് ഇളക്കി യേശുവിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ഉന്നതമായ ശക്തിയാൽ ദൈവം നമ്മെ നിറയ്ക്കുന്നു. ഓരോ വ്യക്തിയെയും കഴിയുമെങ്കിൽ ആ സ്ക്രീനിൽ തൊട്ടുകൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ നിൽക്കുന്നിടത്ത്, കിടക്കുന്നിടത്ത് കഴിയുമെങ്കിൽ ആ കരം ഉയർത്തിക്കൊണ്ട് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, വിവിധ കാരണങ്ങളുടെ മുമ്പിൽ ക്ലേശത്തിലൂടെ, പ്രയാസത്തിലൂടെ ജീവിതത്തിന് മുൻപോട്ടുള്ള ഗമനം വളരെയധികമായ ദുസ്സഹമായ അവസ്ഥയിലായിരിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ കൂടെ ഇന്ന് പകൽ ശുശ്രൂഷയിലുണ്ട്. എൻ്റെ കർത്താവേ, അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ പരിച ഈ പകൽ ഞങ്ങൾ എടുക്കുന്നു. യേശുവിൽ വിശ്വസിച്ചപ്പോൾ അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ച ആ വിശ്വാസത്തിന്റെ പരിച ഈ പകൽ ഞങ്ങൾ എടുക്കുന്നു കർത്താവേ. And Lord, we are coming to you with your power and anointing, Lord, to take up the shield of faith in our hands. Help us, Lord, that we will have the divine ability and the grace of God to dip our shield of faith in the water. That's your word on a regular daily basis, oh Lord. കർത്താവേ, ദിനംതോറും ക്രമാനുഗതമായി ദൈവവചനത്താൽ നിറയപ്പെട്ട വിശ്വാസത്തിന്റെ പരിചയെടുത്ത് നിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ, ശത്രുവിന്റെ തീയമ്പുകളെ കെടുത്തുവാനുള്ള ബലം അവിടുന്ന് ഓരോരുത്തരുടെ മേലും പകരും. യേശുവിന്റെ നാമത്തിൽ 100% വിജയം ഓരോരുത്തരുടെ മേലും ഞങ്ങൾ കൽപ്പിക്കുന്നു. അവിടുന്ന് അത് ചെയ്തതിന് നന്ദി. തീർച്ചയായിട്ടും ഓർക്കുക പ്രിയമുള്ളവരെ, you are born to be, you are born to live always a successful life. എപ്പോഴും വിജയകരമായ ഒരു ജീവിതം ജീവിക്കേണ്ടതിന് താങ്കൾ സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാതെ യേശുവിൽ തന്നെ ആശ്രയിക്കുക. In Jesus we have the bright future. ക്രിസ്തു യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. പ്രാർത്ഥനാ വിഷയങ്ങളുടെ എണ്ണം വളരെയധികമായി ഇവിടെ വർദ്ധിച്ചു. ദൈവത്തിന്റെ ജനം ധാരാളമായി പ്രാർത്ഥിക്കുവാൻ താങ്കളോട് കൂടെ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും പ്രാർത്ഥന കേരളത്തിൽ നിൽക്കുന്നു. ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ താങ്കളുടെ പ്രാർത്ഥന വിവരങ്ങൾ വിളിച്ചു പറയുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. അനേകം അത്ഭുതങ്ങൾ യേശു ചെയ്തുകൊണ്ടിരിക്കുന്ന അനേക വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എറണാകുളത്ത് നിന്ന് ഷേർലി എന്നൊരു സഹോദരി വിളിച്ചു പറഞ്ഞിങ്ങനെ അവരുടെ കൊച്ചുമോയതിന് 7 മാസം പ്രായമേ ഉള്ളൂ. അപ്പൊ 7 മാസം വരെയും കുഞ്ഞിനെ കുളിപ്പിച്ചില്ല. കാര്യം ശരീരത്തിൽ വെള്ളം വീഴുമ്പോൾ അതിന് അലർജി ചൊറിച്ചിലാണ്. പല ഡോക്ടർമാരെ കണ്ടു. ആ ഡോക്ടർമാരൊക്കെയും അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ അവരെ 7 മാസം വരെ ഈ കുഞ്ഞിനെ കുളിപ്പിച്ചിട്ടില്ല. ദേഹത്ത് വെള്ളം വീഴാൻ പാടില്ല. വീണ് കഴിഞ്ഞാൽ അത് അലർജിയാണ്. പല ഡോക്ടർമാരെ കുഞ്ഞിന്റെ ദേഹത്ത് വെള്ളം വീണാൽ അത് അലർജി. അവരെന്ത് ചെയ്തു? അവരെ 7 മാസം വരെയും കുളിപ്പിച്ചിട്ടില്ല. കൊച്ചിന് വെള്ളം തൊടാതെ സൂക്ഷിച്ചോണ്ടിരിക്കുക. പല ഡോക്ടർമാരെ കണ്ടു, അവരൊക്കെ ഉപയോഗിച്ചു. പക്ഷെ പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചു. കുഞ്ഞ് സൗഖ്യമായി. ഇപ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കുന്നു. യാതൊരു കുഴപ്പവുമില്ലാതെ കൊച്ചിന് സൗഖ്യം. ആ കുഞ്ഞിനെ കൊണ്ടുവന്ന നമുക്ക് ഇവിടെ പരസ്യമായിട്ട് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വെച്ച് പരസ്യമായിട്ട് നമുക്ക് അതിനെ കുളിപ്പിക്കായിരുന്നു. യേശു ചെയ്യുന്ന സൗഖ്യം, യേശു തരുന്ന വിടുതൽ സമ്പൂർണമായിരിക്കും. പാസ്റ്ററെ, അടുത്ത വിടുതലിന്റെ സാക്ഷ്യം പറയുന്നതിന് മുമ്പ് താങ്കളുടെ ശരീരത്തിൽ കടന്നു പോകുന്ന അലർജി, അത് എന്ത് കാരണം കൊണ്ടുള്ളതാണെങ്കിലും, ഫുഡിൽ നിന്നുള്ളതാകാം, പോളൻ, ഡസ്റ്റ് അലർജി ആകട്ടെ, പൂമ്പൊടികളുടെ അല്ലെങ്കിൽ പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ പൂവുകൾ ഉണ്ടാകുന്ന സമയത്ത്, പൂവുകളും കായ്കളും ഉണ്ടാകുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ മുഴുവൻ ആ പൂപ്പൊടികൾ നിറഞ്ഞിരിക്കും. അപ്പോൾ അത് നിമിത്തമുണ്ടാകുന്ന അലർജിയുണ്ട്, തുമ്മലും ചീറ്റലും വേണ്ട ആകെ പ്രശ്നം. പിന്നെ ചിലർക്ക് കണ്ണുകളെല്ലാം ചൊറിയും, മാത്രം ദേഹം റാഷസായി ചുമന്ന് കീറി മുറിഞ്ഞ് ഒക്കെ കിടക്കുന്ന അവസ്ഥ. പല നാളുകളായി മരുന്ന് കഴിച്ചു. 7 മാസം ദേഹത്ത് വെള്ളം തൊടാതിരുന്നൊരു കുഞ്ഞിനെ യേശു സമ്പൂർണമായി സൗഖ്യമാക്കി. അതേ യേശു താങ്കളെയും സൗഖ്യമാക്കും. ഈ കുഞ്ഞിനെ നമ്മൾ കണ്ടിട്ടില്ല. ബ്രെയിൻ കേരളയിൽ ഞങ്ങൾ ആരും ഈ കുഞ്ഞിനെ കണ്ടിട്ടില്ല. ഈ കുഞ്ഞിനെ കണ്ടൊരു ദൈവമുണ്ടെങ്കിൽ താങ്കളെ കാണുന്ന ഒരു യേശുവുണ്ട്. ഞാൻ ഉറപ്പായി പറയട്ടെ, ഞങ്ങൾ ആരും താങ്കളെ കണ്ടില്ല.
പക്ഷെ യേശു താങ്കളെ കണ്ടു. അതാ സന്തോഷ വാർത്ത. ആകയാൽ ഇന്ന് പകൽ യേശു എന്നെ കണ്ടു എന്ന ഉറപ്പോടെ അവിടുത്തെ സന്നിധിയിലേക്ക് ഓടി വന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ നേരിടുന്ന ഏതു തരത്തിലുള്ള അലർജി ആണെങ്കിലും ശരീരത്തിൽ നിന്ന് അത് മാറിപ്പോകട്ടെ. ഫുഡ് അലർജി, മിൽക്ക് അലർജി, പാല് കഴിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ദുരിതങ്ങൾ, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ ശാസിച്ച് പുറത്താക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളുള്ളതായ അലർജികൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. പൊടിയുടെയും പുകയുടെയും അലർജികൾ യേശുവിന്റെ നാമത്തിൽ ശരീരത്തിൽ നിന്ന് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രിയ പിതാവേ, തീർച്ചയായിട്ടും അവരെ വിളിച്ചിട്ട് ആ പ്രിയപ്പെട്ടവരോട് കുഞ്ഞുമായിട്ട് ഇവിടെ വരാൻ പറയണം. തീർച്ചയായിട്ടും 7 മാസം ദേഹത്ത് വെള്ളം വീഴാതിരുന്ന കുഞ്ഞിനെ യേശു സൗഖ്യമാക്കിയതിനെ കാണാൻ ഒരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ താങ്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെന്നറിയാം. വെളുപ്പിനെ തന്നെ വരണമെന്നില്ല. താങ്കളുടെ സൗകര്യപ്രദമായ സമയത്ത് ഞങ്ങളെ വിളിച്ചു പറഞ്ഞിട്ട് വരണം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ താങ്കളുടെ വിവരങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറയുമല്ലോ. നിഖില എന്നൊരു സഹോദരി കഴിഞ്ഞ ദിവസം വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചു. അത് ഇങ്ങനെയാണ് പറഞ്ഞത്, നമ്മുടെയൊക്കെ ആ സ്ഥലത്ത് ചിക്കൻ ഫോക്സ് പടർന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ ഈ പുള്ളിക്കാരൻ ശരീരത്തിൽ തടിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ വൈകുന്നേരം രാത്രി ഇവിടെ പ്രൈം കേരളത്തിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ യാതൊരു പാടുമില്ല, തടിപ്പെല്ലാം മാറി യേശു സൗഖ്യമാക്കി. പ്രാർത്ഥിക്കുന്ന കേരളം ഇവിടെ കുറെ കോളുകൾ എൻ്റെ ഫോണിൽ ഇവിടെ വരുന്നത് ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ ഞാൻ ഇങ്ങനെ പറയട്ടെ, ആളുകൾ വിളിച്ചു പറയുന്നത് ഇത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ആളുകൾക്ക് വിളിക്കുവാൻ ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ. ഏത് ക്ലേശത്തിലൂടെ പോകുന്നെങ്കിലും, ലോകം മുഴുവൻ താങ്കൾക്ക് വിരോധമായി നിൽക്കുന്നെങ്കിലും, അതാദ്യം ദൈവത്തോട് തുറന്നു പറയാൻ കഴിയും. പ്രാർത്ഥനാ കേരളം എന്ന ഈ ശുശ്രൂഷ ഞങ്ങൾ അതിനൊരു വഴി ഒരുക്കി തരാം. നിങ്ങളുടെ കൂടെ സഹോദരി സഹോദരന്മാർ പ്രാർത്ഥനയിൽ നിൽക്കാനുണ്ട്. ജെസ്സിക്കും കൂട്ടുകാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പരീക്ഷ തുടങ്ങിയാണ്. BSc നഴ്സിംഗ് എഴുതാൻ വേണ്ടി നല്ല ദൈവകൃപ ഉണ്ടാകേണ്ട പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഒരു നഴ്സിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ജെസ്സി ആണ് വിവരം അറിയിച്ചിരിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ നഴ്സിംഗിന് എക്സാം എഴുതുന്ന ആ വിദ്യാർത്ഥിനികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരുടെ മേലെ അവിടുത്തെ കൃപ പകരും. ഉയർന്ന നിലയിൽ വിജയാളികളായവർ പുറത്തു വരട്ടെ യേശുവിൻ നാമത്തിൽ. കൊല്ലത്തിൽ നിന്ന് ജോർജ് കുട്ടി വിളിച്ചിരിക്കുന്നു. കൊച്ചുമകളുടെ കാലം നേരിട്ട്, അതുപോലെ മകൻ ജുഡീഷ്യറിയുടെ ടെസ്റ്റ് എഴുതാനായിട്ട് ഇരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ ജീവിതങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. ആ കൊച്ചുമകളുടെ കർത്താവേ കാലിനെ തൊട്ട് സുഖപ്പെടുത്തുമാറാണമേ. കാലിന് തീരെ മാറട്ടെ കർത്താവേ. കർത്താവേ, ആ ടെസ്റ്റ് എഴുതുന്ന മകനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവിക കൃപ മകനോട് കൂടെ ഇരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ ചെയ്തുമാകിയ ആമേൻ. ബിനു കളത്തിപ്പടിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. അനുജൻ സമൂഹം യൂറിനറി ക്യാൻസർ ആണ്. 2 ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു പൂർണ്ണ സൗഖ്യമാണ്. കർത്താവെ, മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാകുന്ന യേശുവിന്റെ കാര്യം ആ മകന്റെ മേലിൽ നിന്ന് വെച്ചാണ്ട് ആ ക്യാൻസർ പൂർണ്ണമായി മാറട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. കർത്താവ് ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. മലപ്പുറത്ത് നിന്ന് മെൽസി എന്ന സിസ്റ്റർ വിളിച്ചിരിക്കുന്നു. മകൾ അടുത്തേക്ക് 28-ാം തീയതി വഴിക്കായി സ്തോത്രം ചെയ്യുന്നു. വിളിച്ചിരിക്കുന്നു. മകൾ നിഷിക്ക് BSc എക്സാം. കർത്താവേ, ആ മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ എക്സാമിന് ഒരു ഉയർന്ന വിജയം നീ കൊടുത്തിട്ട് അവിടെ ഭാവിയെ നീ അനുഗ്രഹിച്ചാട്ട്. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. പത്തനംതിട്ടയിൽ നിന്ന് ജെസ്സി സോണി വിളിച്ചിരിക്കുന്നു. മകൾ ദിവ്യയ്ക്ക് നഴ്സിംഗ് കഴിഞ്ഞു. പൈശാചിക ശക്തി പോലെ തോന്നുന്നു. ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലായിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക സാന്നിധ്യത്തിൽ ആ മകളെ നിറച്ചാട്ടെ. കർത്താവേ, എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുവിച്ചാട്ടെ. കർത്താവേ, നല്ലൊരു ലക്ഷ്യബോധത്തോടെ ജീവിപ്പാൻ, എല്ലാവരെയും സ്നേഹിക്കാൻ ദൈവിക കൃപയാൽ ആ മകളെ നിറച്ചാട്ടെ. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. എലിസബത്ത് ബോംബെ എന്ന് വിളിച്ചിരിക്കുന്നു. ലെഫ്റ്റ് ഷോൾഡർ പൊക്കുവാൻ സാധിക്കുന്നില്ല.
ഇളയ മകന് ബ്ലഡ് കുറവാണ്. മൂത്ത മകന്റെ ജോലിയിലെ പ്രയാസങ്ങൾ മാറണം. മകൾക്ക് പോകുന്ന ജോലി കർത്താവെ ആ മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ആ ഷോൾഡറിന്റെ പ്രോബ്ലം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ആ ഷോൾഡർ കർത്താവെ ഒരു നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വരട്ടെ കർത്താവെ. ആ മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ബ്ലഡിന്റെ കൗണ്ട് കർത്താവെ ഒന്ന് നോർമലിലേക്ക് കടന്നു വരണം കർത്താവെ. കർത്താവിന്റെ കാര്യം എന്റെ മകന്റെ മേൽ വെച്ചാണ് കർത്താവെ. ആ മൂത്ത മകൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെ പ്രശ്നങ്ങളെല്ലാം മാറട്ടെ കർത്താവെ. നല്ലൊരു ഉയർച്ച നീ കൊടുത്താട്ട് ആ ഇളയ മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പൂർണ്ണ സൗഖ്യം നീ കൊടുത്താട്ട് ആ കുടുംബത്തെ അങ്ങനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. സജിനി എന്നൊരു സഹോദരി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവർക്ക് 2 മക്കളുണ്ട്. പക്ഷേ 8 വർഷം മുമ്പേ ഭർത്താവ് അവർ ഉപേക്ഷിച്ചിട്ട് പോയി. അതുകൊണ്ട് ആ ഭർത്താവ് തിരികെ വരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഇവിടേക്ക് വിളിക്കുന്ന അനേകം കുടുംബങ്ങൾ അവരുടെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയത്, കുടുംബം തകർന്ന് അനേകം വിഷയങ്ങൾ ഇവിടെയായിട്ട് വരുന്നു. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കേരളത്തോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാവരും കഴിയുമെങ്കിൽ അതാ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നമുക്ക് ഒന്നിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അനേകം ഇങ്ങനെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. നമ്മുടെ കർത്താവിന്റെ അത്ഭുതം ആ കുടുംബത്തിന്മേൽ വെളിപ്പെടണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ തകർന്ന ഒരു കുടുംബമായി നീ മുൻപോട്ട് പോകുവാൻ അങ്ങ് ഇടയാക്കലെന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രിയ പിതാവ് എവിടെയാണെങ്കിലും കർത്താവെ അദ്ദേഹം തിരികെ വരട്ടെ. ഈ കുടുംബത്തെ പരിപാലിപ്പാൻ തക്കണം കർത്താവെ. അദ്ദേഹത്തിന്റെ ഹൃദയത്തോടെ അങ്ങ് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവെ, കുടുംബജീവിതത്തെ തകർച്ച അനുഭവിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ, കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിശാച് അറക്കുവാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമായി വരുമ്പോൾ യേശുവെ അങ്ങ് ജീവനും സമൃദ്ധിയായ ജീവനും നൽകുന്നല്ലോ. അതോരോ കുടുംബങ്ങളിന്മേൽ വെളിപ്പെടട്ടെ. ഓ സ്വർഗീയ സന്തോഷം കുടുംബങ്ങളിന്മേൽ വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ജോളി ഫിലിപ്പോസ് വിളിച്ചിരിക്കുന്നു. ഭർത്താവ് ഞാൻ പ്രദേശം ശരീരവേദനയാലും കാലുവേദനയാലും മുട്ടുവേദനയാലും ഭാരപ്പെടുന്നു. അതുപോലെ മകളെ പെണ്ണ് ജന്റ് കഴിഞ്ഞ് നല്ല റിസൾട്ട് വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവെ. ഞങ്ങളെ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശരീരത്തിനുള്ള എല്ലാ വേദനകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പൂർണ്ണമായ ആരോഗ്യവും ബലവും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അതുപോലെ എക്സാമിന് വേണ്ടി കർത്താവ് എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന വൈദ്യുതി വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് അവിടെ റിസൾട്ട് കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. വായ്പാടുന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്നു. പേരൻസ് നിസ്സാര കാര്യത്തിന് പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ തന്നെ അവർ മക്കൾക്ക് ദൈവിക സ്നേഹത്താൽ നിറയുവാനാകട്ടെ. സകല തന്ത്രങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ. മാനസാന്തരവും സമാധാനം ഉണ്ടാകട്ടെ. ജോണ് വിളിച്ചിരിക്കുന്നു. BP ആയാലും കൊളസ്ട്രോളിന് ഭാരപ്പെട്ട് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. പ്രാർത്ഥനയെ ചോദിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഒന്നിച്ച മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ശരീരത്തിലുള്ള BP കൊളസ്ട്രോളും യേശുവിന്റെ നാമത്തിൽ നോർമൽ ആകട്ടെ. പൂർണ്ണമായ സൗഖ്യത്തെ ഞങ്ങൾ കൽപ്പിക്കുന്ന കർത്താവേ. ആരോഗ്യത്തോടെ ജോലിക്ക് പോകുന്ന കൊണ്ട് കർത്താവ് സഹായിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. റെജി സോമൻ ദുബായിൽ നിന്ന് ഇന്നലെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹം ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. 80,000 രൂപയോളം കടമെടുത്തിട്ടാണ് താൻ ആ ടെസ്റ്റിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. ആദ്യം പോകുമ്പോൾ തന്നെ ജയിക്കുവാൻ ദൈവകൃപ ചെയ്യണം, പ്രാർത്ഥിക്കണം. ഒരു ഭവനമില്ല, സാമ്പത്തികമായിട്ട് വലിയ ക്ലേശങ്ങളിലൂടെ പ്രിയപ്പെട്ടവർ പൊക്കോണ്ടിരിക്കും. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ, വ്യക്തികളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന മകന് ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കുവാൻ, ആദ്യത്തെ പോകുമ്പോൾ തന്നെ നല്ല വിജയം കണ്ടെത്തുവാൻ അവിടെ ഇടയാക്കണം യേശുവിൻ നാമത്തിൽ പിതാവേ. നമുക്ക് ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 കേൾക്കാമോ? ആ കേക്കാം കേക്കാം. ഞാൻ വിളിച്ചതേ ആ എന്താ? ഹലോ പാസ്റ്ററെ. കേക്കാം കേക്കാം. ഇത് പരിധനാ വിളിക്കുന്നത്. ആ ആന്റി പറഞ്ഞാട്ടെ. ഹലോ കേൾക്കാമോ? പരിമലന്ന് വിളിക്കുക. എന്റെ ഹസ്ബൻഡിന്റെ സ്കൂൾമേറ്റ് ചെസ്റ്റ് പെയിനായിട്ട് പരിമല ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോ അവിടെ ICUവിലും CCUവിലും ഒന്നും ബെഡ് ഇല്ലാത്ത, ഹാർട്ട് റേറ്റ് സ്ലോ. വൈഫ് അതിനോട് വിളിച്ച് പറഞ്ഞ്
അപ്പൊ അവരെയും പുഷ്പഗിരിന്റെ കാണാൻ പോകുമായിരുന്നു. ആ പുള്ളിക്ക് പരിപൂർണ്ണ വിടുതലിന് വേണ്ടി വേറെ പ്രശ്നമൊന്നും വരാതിരിക്കാനുള്ള പ്രത്യേകം പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കാം. ആന്റി ആരുടെ കാര്യമാ പറഞ്ഞത്? ഒന്നുകൂടെ. ഹസ്ബൻഡിന്റെ മനസ്സിലായോ പറഞ്ഞത്? ഹസ്ബൻഡിന്റെ ആരാ? ഒന്നുകൂടെ ഒന്ന് എടുത്ത് പറയുമോ? ഫ്രണ്ട്, സ്കൂൾമേറ്റ്. ഓ, സ്കൂൾമേറ്റ്. ഹസ്ബൻഡിൻ്റെ സ്കൂൾമേറ്റ് ഹാർട്ടിൻ്റെ പ്രോബ്ലമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാൻ. കൊണ്ടുപോകപ്പെട്ട ചില ആശുപത്രികളിൽ CC യൂണിറ്റിലായിട്ട് ICUലായിട്ട് ഒന്നും ബെഡില്ല. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ഒരു ഡോക്ടർ ഇപ്പോൾ തന്നെ നമ്മുടെ കൂടെ ലൈനിൽ വന്നിരിക്കുന്നത്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം ആ പ്രിയപ്പെട്ട ജീവിതത്തിന്മേൽ ഉണ്ടാകട്ടെ. ഞങ്ങൾ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ യേശുവിൻ്റെ കരം വ്യക്തമായി ആ മകൻ അനുഭവിക്കട്ടെ. നന്മ കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. മകന്റെ ജോലി ശരിയാകണം. അമ്മയ്ക്ക് പനി. ആങ്ങളുടെ ഭാര്യ USA ഹെർണിയയുടെ അസുഖത്താൽ ഭാരപ്പെടുന്നു. ഡോക്ടർ ഉഷ ട്രിവാൻഡ്രത്ത് നമ്മോട് ആവശ്യപ്പെടുന്നു. പ്രാർത്ഥിക്കാം. ആ മകന് നല്ല ജോലി ലഭിക്കണം. പൈലറ്റായിട്ട് തനിക്ക് ജോലി ഉണ്ടാകണം. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഉയർന്ന കമ്പനികളിൽ അവന് നല്ല പ്ലേസ്മെന്റ് ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. നന്മ കൊണ്ട് നിറയ്ക്കണം. മാതാവിനെ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം ആ മാതാവിന് ഉണ്ടാകട്ടെ. ബ്രദറിന്റെ വൈഫിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജൂൺ മാസത്തിൽ നടക്കാൻ പോകുന്ന ഹെർണിയ സർജറി അതിന് മുൻപായി അങ്ങയുടെ കരമാമകൾ അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സമ്പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. സാറാമ ഭർത്താവിന് പനി കൂടിയപ്പോൾ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ യേശു പൂർണ്ണ സൗഖ്യം നൽകിക്കൊടുത്തു. യേശു അത്ഭുതങ്ങളുടെ ദൈവമാ. ഇന്ന് താങ്കളുടെ വിഷയത്തിന് മേൽ കർത്താവിന്റെ വിടുതലിന്റെ കാരണം ദൈവം നീട്ടുക തന്നെ ചെയ്യും. സന്തോഷം. തലയോട്ട് ഇളക്കി ഓപ്പറേറ്റ് ചെയ്തു. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഇന്നലെ ICUവിൽ നടന്നു വന്ന് ബന്ധുക്കളോട് സംസാരിച്ചു. കർത്താവ് പൂർണ്ണ സൗഖ്യം തന്നു. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. നമുക്ക് ടെലിഫോൺ വന്നിട്ടുണ്ട് വീണ്ടും. ഹലോ 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 സാറെ പറഞ്ഞ. ഹലോ, തിരുവല്ലാന്ന് വിളിക്കുകയാണ്. അനിയെന്ന് പറഞ്ഞ ആള് വിളിക്കുകയാണ്. തിരുവല്ലാന്ന് വിളിക്കുകയാണ്. ഓക്കെ, പറഞ്ഞ വിളിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഞാനിന്ന് വിളിച്ചായിരുന്നു. എന്റെ മകൾ ഓസ്ട്രേലിയയിലാണ്. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിന് വിളിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു. ആ ഇന്റർവ്യൂവിന് പാസ്സായി. അതിന്റെ ബാക്കി ഇന്റർവ്യൂ ഇന്നിപ്പോ ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയം ഓർത്തൊന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും മിസ്റ്റർ അനി, ഞങ്ങൾ പ്രാർത്ഥിക്കാം. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ഓസ്ട്രേലിയയിലെ മകള് ഇപ്പോൾ ഇന്റർവ്യൂ ഫേസ് ചെയ്യുന്നു. അവൾക്ക് ദൈവകൃപ ലഭിക്കേണ്ടതിന് ഒന്നാം ഘട്ടത്തിൽ വിജയം നൽകി അതേ യേശു അവളെ അടുത്ത റൗണ്ടിലെ ഇന്റർവ്യൂവിലും കർത്താവ് വിജയം തന്നെ നൽകും. ഇന്ന് ഇന്റർവ്യൂവിൽ അപ്പിയർ ചെയ്യാൻ പോകുന്ന ഓരോ പ്രിയപ്പെട്ടവരും, താങ്കളോ താങ്കളുടെ പ്രിയപ്പെട്ടവരോ ആരെങ്കിലും ഈ സ്റ്റേജിലൂടെ പോകുന്നെങ്കിൽ ഇന്ന് പകൽ യേശുവിൽ വിശ്വസിക്കുന്നതിന്റെ അടയാളമായി, വലത് കരത്തെ ദൈവത്തിന് ഉയർത്തി പ്രാർത്ഥിച്ചാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവേ, ഇന്ന് ഇന്റർവ്യൂയിലൂടെ ലോകത്തിന്റെ ഏതൊരു രാജ്യത്തും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഫേസ് ചെയ്യുന്നെങ്കിൽ എന്റെ കർത്താവേ, അവർക്ക് നല്ല വിജയം അവിടുന്ന് നൽകും. യേശുവിൻ നാമത്തിൽ അത് കെട്ടുവാകട്ടെ. കർത്താവിന്റെ നന്മ അവർ അനുഭവിക്കട്ടെ. പ്രത്യേകിച്ച് മകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയിൽ അവൾ ഇപ്പോൾ ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ എന്റെ കർത്താവേ, അവിടുന്ന് മുൻപായി കടന്നുപോയി ദുർഘടങ്ങളെ മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവൾ വിജയിയായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. നമുക്കൊരു ടെലിഫോണൂടെ വന്നിട്ടുണ്ട്. ഹലോ 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 പറഞ്ഞാട്ടെ. എനിക്ക് 1.5 വയസ്സുള്ളൊരു മോളുണ്ട്. ഹലോ ഒന്ന് ഉറക്കെ പറയുമോ? ഉറക്കെ പറഞ്ഞാട്ടെ. ഹലോ എനിക്ക് 1.5 വയസ്സുള്ള ഒരു മോളുണ്ട്. മോള് നടക്കൂല. വയസ്സായി എന്നാണ് പേര്. മോള് നടക്കൂല. ഓക്കെ, 1.5 വയസ്സുള്ള ഒരു കുഞ്ഞു മകളുണ്ട്. അത് നടക്കുന്നില്ല. അതിൻ്റെ പേര് ഇവിടെ വ്യക്തമാകുന്നില്ല. ടെലിഫോണിൽ വരുന്ന സിഗ്നലുകളുമായിട്ട് എന്തോ ഒരു പ്രോബ്ലം നേരിടുന്നു. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. 1.5 വയസ്സുള്ളൊരു കുഞ്ഞ് നടക്കുന്നില്ല. സിഗ്നൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്ക് വിവരം മനസ്സിലായി അതറിയുന്നൊരു കർത്താവ് ജീവിക്കുന്നു. 2 കരങ്ങളും ഉയർത്തി ലോകരാജ്യങ്ങളിൽ പ്രേയിങ് കേരളയിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് ആ കുഞ്ഞ് പൂർണ്ണമായി സൗഖ്യമാകേണ്ടതിന് യേശുവിൻ്റെ
നാമത്തിൽ 1.5 വയസ്സുള്ള ആ കുഞ്ഞ് നടക്കേണ്ട സമയം കഴിഞ്ഞു കർത്താവേ. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ഇപ്പോൾ തന്നെ നടക്കുവാൻ തുള്ളിച്ചാടി നടന്ന് ഓടി നടന്ന് നിന്നെ മഹത്വപ്പെടുത്തുന്ന പൈതലായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. കോട്ടയത്ത് നിന്ന് ജിൻസൺ വിളിച്ചിരിക്കുന്നു. മഴ ലഭിക്കാത്തത് മൂലം കിണർ വറ്റുന്നു, വെള്ളത്തിന് ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അജിത്തെ, മഴയുടെ കാര്യം പറഞ്ഞപ്പോൾ നോക്കി, മോൾ ട്രിവാൻഡ്രത്ത് വിളിച്ചു പറഞ്ഞിരിക്കും മഴ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പറഞ്ഞിരുന്നു. ഇന്നലെ 5 മണി മുതൽ 2:30 വരെ മഴ പെയ്തു. അത് എപ്പോഴത്തെ 5 മണി മുതലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്കിലും മകൾക്ക് കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. തീർച്ചയായിട്ടും അജിത്ത് പ്രാർത്ഥിക്കാൻ പോകുക. അതിനു മുമ്പ് നമുക്ക് അടുത്ത ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 ആ ഹലോ ഹലോ പറഞ്ഞാട്ട്. ഞാന് ട്രിവാൻഡ്രത്തുനിന്ന് ഉഷ വിളിക്കുകയാണ്. ഓക്കെ ഡോക്ടർ ഉഷ പറഞ്ഞാട്ട്. പക്ഷേ നമുക്ക് 26-ന് നമ്മള് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണല്ലോ. 26-ന് തീർച്ചയായിട്ടും ഡോക്ടർ ഉഷ അത് ഓർമ്മപ്പെടുത്തിയതിന് നന്ദി. 26-ന് നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രത്യേക ശുശ്രൂഷ വരുന്നുണ്ട്. പിന്നെ ഈ അപകട മരണങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിലേ ആ ടിവിയുടെ വോളിയം ഒരു അല്പം ഒന്ന് കുറച്ചിട്ട് സംസാരിക്കാമോ? നമ്മുടെ പിന്നെ ധാരാളം എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസ്, നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ധാരാളം പേര് ബൈക്ക് ആക്സിഡന്റിലാണേലും ത്തിലൊക്കെ ഇറങ്ങി അങ്ങനെയൊക്കെ ധാരാളം കുട്ടികൾ മരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു 20, 22, 24 വയസ്സിടയ്ക്ക് പ്രായമുള്ള ധാരാളം കുഞ്ഞുങ്ങൾ അങ്ങനെ മരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഇനി ഈ പുതിയ വർഷത്തില് അങ്ങനെ വരരുത്. കാരണം ധാരാളം മാതാപിതാക്കള് ഇപ്പോഴും ദുഃഖത്തിൽ കഴിയുന്നതായിട്ട് എനിക്ക് നേരിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങള് അങ്ങനെ റോഡിലോ വെള്ളത്തിലോ ഒന്നും അവരുടെ ജീവൻ നഷ്ടപ്പെടേണ്ടവരല്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടി ഈ പുതിയ വർഷം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. ഒരു കുഞ്ഞു പോലും ഇങ്ങനെ ഈ അവസ്ഥയില് ജീവൻ നഷ്ടപ്പെടരുത്. തീർച്ചയായിട്ടും ഡോക്ടർ ഉഷ പറഞ്ഞത് എത്ര ശ്രേഷ്ഠമായ ഒരു അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഈ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു അധ്യാപികയാണ്. ഒരു അധ്യാപികയുടെ ഹൃദയ സ്പന്ദനമാണ് നമ്മൾ കേട്ടത്. എഞ്ചിനീയറിംഗ് മേഖലയിൽ വിവിധ കോളേജുകൾ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ 9ാം ക്ലാസ്സും ആകുന്നതിന് മുമ്പ് വരെ മദ്യപാനത്തിൻ്റെ അടിമകളായി പോകുന്ന ധാരാളം കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. പ്രാർത്ഥന കേരളത്തിൽ അക്കാഡമി എന്ന പ്രോഗ്രാമിന്റെ ഉദ്ദേശം തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഉണ്ടെങ്കിൽ അനർത്ഥങ്ങളിൽ നിന്ന് ഇന്ന് രാവിലെ നമ്മൾ വായിച്ചു കേട്ട വചനം പോലെ ജീവനുള്ള ദൈവം അവരെ സംരക്ഷിക്കും. താങ്കളോ താങ്കളുടെ കുഞ്ഞുങ്ങളോ ലോകത്തിന്റെ ഏതു രാജ്യത്ത് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും തീർച്ചയായിട്ടും ഇത് ഏത് കോഴ്സിൽ പഠിക്കുകയാകട്ടെ, LKG പോകാൻ പോകുന്നതാകട്ടെ, ഇന്ന് തന്നെ 7 മണിക്ക് ശേഷം ആ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറയണം. ദൈവത്തിന്റെ മക്കൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മറക്കരുത് അക്കാഡമി എന്ന പ്രോഗ്രാം. മാതാപിതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥിനികൾ, കോളേജുകൾ, ധാരാളം വിവരങ്ങൾ അടങ്ങിയ ഒരു ശുശ്രൂഷയായിരിക്കും ഈ ഞായറാഴ്ച 26 മുതൽ 5 വരെയുള്ള സമയത്ത് നടക്കാൻ പോകുന്നത്. അധ്യാപന രംഗത്തുള്ള ശ്രേഷ്ഠരായ ആളുകൾ, ലീഡർഷിപ്പ് രംഗത്ത് ക്ലാസ്സുകൾ എടുക്കുന്ന ശ്രേഷ്ഠരായ ആളുകൾ ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും അത് 100% അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയായിരിക്കും. മാത്രമല്ല വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി, ഓരോരുത്തർക്കും വേണ്ടി വിശിഷ്യ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ നേരിട്ട് നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാൻ സാധിക്കും. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇനിയും കേരളത്തിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ അപകട മരണങ്ങൾ, സമയത്തിന് മുമ്പുള്ള മരണങ്ങൾ ഉണ്ടാകരുത്. ഇന്നലെയും ട്രെയിൻ തട്ടി ഒരു പെൺകൊച്ച് മരിച്ച് 20-21 വയസ്സുള്ള ഒരു കുട്ടി മരിച്ചത് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട്. ഇനിയും അത് മേലാൽ സംഭവിക്കരുത്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പത്രത്തിനകത്ത് പിതാവിന്റെ കൺമുമ്പിൽ 2 ആൺമക്കൾ മുങ്ങി മരിച്ചു. അതിനും 18-16 വയസ്സ് പ്രായമേ ഉള്ളൂ. തീർച്ചയായിട്ടും സ്റ്റുഡൻസ് ആയിരിക്കണം ആ കുഞ്ഞുങ്ങൾ. മനോരമയുടെ ഫ്രണ്ട് പേജിൽ തന്നെ ആ വാർത്ത വന്നിട്ടുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അനർത്ഥങ്ങളിൽ നിന്ന് യൗവന തലമുറയെ ദൈവം വിടുവിക്കേണ്ടത് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവികമായ സംരക്ഷണം
യൗവനക്കാരില് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകട്ടെ. മദ്യത്തിനും മയക്കുമരുന്നുകൾക്ക് മറ്റു ദുശീലങ്ങൾക്കും അടിമകളായി റോഡിൽ ജീവിതങ്ങൾ പൊലിയുന്ന, കുളങ്ങളിൽ, ആറുകളിൽ, കടലുകളിൽ നശിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്ന് യൗവന തലമുറയോട് വിടുവിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ സംരക്ഷണം അവർക്ക് ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. കർത്താവെ, ജിൻസനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മകൻ നൽകിയിരിക്കുന്ന പ്രാർത്ഥന വിഷയത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവെ, ഈ ദേശത്ത് നീ മഴ നൽകണമേ. കർത്താവെ, അവർ മാറ്റുന്ന ദൈവമാകിയ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എന്റെ ദൈവമേ, നീ അടികളുടെ ദേശത്തിന് മേലെ കർത്താവിന്റെ കരുണയെ ചൊരിയുന്നതിനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അനീഷ് കോട്ടയത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. സഹോദരി ജസ്റ്റിനയുടെ ട്യൂമറിന്റെ സർജറി കഴിഞ്ഞു, പൂർണ്ണ സൗഖ്യമാണ്. കർത്താവെ, മകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ആയിരിക്കുന്ന അവസ്ഥകളെല്ലാം അങ്ങ് അറിയുന്നില്ല. കർത്താവെ, ഒരു പൂർണ്ണ സൗഖ്യം, ഒരു പൂർണ്ണ വിടുതൽ അങ്ങ് കൊടുത്താട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മണർകാട് നിന്ന് തങ്കച്ചൻ വിളിച്ചിരിക്കുന്നു. ബ്രദറിന്റെ മകന്റെ ഭാര്യ ദുബൈയിൽ നിന്നും വന്ന വഴിക്ക് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഇന്ന് ഡോക്ടറെ കാണുന്നുണ്ട്. പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആ ജീവിതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആ ഡോക്ടർ വരുമ്പോൾ തന്നെ കർത്താവേ, യാതൊരു കുഴപ്പവും ഇല്ലെന്ന് പറയുവാൻ തക്കൊണ്ട് നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകിയ സ്തോത്രം, ആ ജീവിതത്തെ നീ സുഖപ്പെടുത്തുന്നതിനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ദീപ്തി തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. കിട്ടാനുള്ള പൈസയുടെ തടസ്സം മാറണം. മക്കൾക്ക് എൻട്രൻസ് എക്സാം ഉണ്ട്, വാടക വീട് ലഭിക്കണം. കർത്താവെ, മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ തടസ്സമായി കിടക്കുന്ന നന്മ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ തുറന്നു വിടുന്നു. കർത്താവെ, എക്സാം എഴുതുന്ന മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ഉന്നത വീഴ്ച നീ കൊടുത്താട്ട്, എത്രയും വേദന കർത്താവെ, ഒരു വാടക വീട് അവർക്ക് കൊടുത്താട്ട് ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മാങ്ങാനത്ത് നിന്ന് കൊച്ചുമോൾ എന്ന സിസ്റ്റർ വിളിച്ചിരിക്കുന്നു. കസിൻ ജിനോ കോൺട്രാക്ടറാണ്, മദ്യപിച്ച് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ആ ജീവിതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, പരിശുദ്ധാത്മാവിന്റെ ദൈവിക കൃപയാൽ ആ മകനെ നീ പൊതിയുമാറാകണമേ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആ കുടുംബത്തിന്റെ ഒരു വിളക്കായി മാറുവാൻ, ആ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. ആമേൻ. തങ്കമ്മ കോട്ടയത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. അനുജത്തിക്ക് കൈക്ക് വേദന, BP ഉണ്ട്. അനുജത്തിയുടെ ഭർത്താവിന്റെ ബിസിനസ്സിൽ തകർച്ച. കർത്താവേ, ആ മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കൈയുടെ വേദന യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ആ BP കൺട്രോളിലേക്ക് കടന്നു വരട്ടെ. കർത്താവേ, ആ ബിസിനസ് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തകർച്ചകളെല്ലാം മാറട്ടെ. മേൽക്കുമേൽ ഒരു ഉയർച്ച അങ്ങ് കൊടുത്താട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പത്രത്തില് ഇന്നലെ അപകടമുണ്ടായി, രണ്ടുപേര് ട്രെയിൻ ഇടിച്ച് മരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണോ എന്ന് എനിക്കറിയത്തില്ല. എന്താണേലും ഇന്നലെ നമ്മൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. കൊച്ചിയിൽ നിന്ന് കേരള ടു ബി ഫസ്റ്റ് ഇൻ സീറോ അൺമാൻഡ് ക്രോസിംഗ്സ് എല്ലായിടത്തും നമുക്ക് ടെലിഫോണുണ്ട്. ഹലോ 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 പറഞ്ഞാട്ട്, വേഗം പറഞ്ഞാട്ട്. എറണാകുളത്തുനിന്ന് രുക്മിണിയാണ് വിളിക്കുന്നത്. എറണാകുളത്തുനിന്ന് രുക്മിണി. അതെ, ഇന്നലെ ഫോൺ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു സതീഷ് കുമാറിനുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ ലിവറിൽ ക്യാൻസർ ആണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ഇന്നലെ ബയോപ്സി എടുത്തു. പക്ഷെ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറഞ്ഞതിന് ശേഷം വൈകുന്നേരം റിസൾട്ട് വന്നു. അപ്പൊ എല്ലാം നെഗറ്റീവ് ആയിട്ടാണ് വന്നേക്കണത്. ഹല്ലേലൂയ. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. പോസിറ്റീവിനെ നെഗറ്റീവാക്കി മാറ്റാൻ മനുഷ്യന്റെ കരത്തിന് പറ്റത്തില്ല, യേശുവിനെ പറ്റുകയുള്ളൂ. ഈ പകൽ ആ പ്രിയപ്പെട്ടവർക്ക് രുക്മിണി എറണാകുളത്തു നിന്നാണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ നമുക്കുള്ളത്. സതീഷ് കുമാർ എന്ന ആ ജീവിതത്തിന് യേശു കൊടുത്ത വിജയത്തിനും വിടുതലിനുമായി രണ്ട് കരങ്ങൾ ഉയർത്തി ഞങ്ങളോടൊപ്പം കർത്താവിന് നന്ദി പറഞ്ഞ് ഇന്നലെ രാവിലെ നമ്മൾ പ്രാർത്ഥിച്ചു. ദൈവം എന്ന് കൊടുത്ത വിടുതലിൻ്റെ കാര്യം നമ്മൾ കേട്ടത്. ക്യാൻസറിനാലോ മറ്റേതു രോഗത്താലോ താങ്കൾ ഭാരപ്പെടുന്നെങ്കിൽ ഈ പകൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശു അത്ഭുത സൗഖ്യം നൽകും. രണ്ട് കരങ്ങളും ഉയർത്തി യേശുവിൽ വിശ്വസിക്കുന്നതിൻ്റെ അടയാളമായി ദൈവസന്നിധിയിലേക്ക് അടുത്ത് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമാണ്. ക്യാൻസർ രോഗത്താൽ വിഷമിക്കുന്ന ജനലക്ഷങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേരളം യേശുവിന്റെ നാമത്തിൽ ഈ രോഗത്തിന്റെ കെടുതിയിൽ നിന്ന് വിമുക്തമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് പ്രഖ്യാപിക്കുന്നു, അത് കൽപ്പിക്കുന്നു, അത് ഉളവായി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ
പാസ്റ്റർ പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ പ്രമോദ്, പാസ്റ്റർ ഗുഡ് മോർണിംഗ്. പാസ്റ്റർ 2 ദിവസം മുമ്പ് പാസ്റ്റർ നമ്മുടെ ഈ വർഷിപ്പ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഓൺലൈനിൽ ഒരു അമ്മച്ചി വിളിച്ചിരുന്നു. അമ്മച്ചേക്ക് പെട്ടെന്ന് ചങ്കിന് ഭയങ്കര ഇടുമ്പോ ഭയങ്കരമായിട്ട് വിയർക്കുന്നു. എന്നിട്ട് ആ സമയം പുള്ളിക്കാരി അപ്പം പിന്നെ ഫോൺ ചെയ്യാൻ മേലാതെ കിടന്നു പോയെന്ന് പറഞ്ഞു. അന്നേരം തന്നെ അത് ഇന്നലെ മിനിഞ്ഞാന്ന് 80-നോടടുത്തോ 80-ന് മുകളിലോ പ്രായമുള്ള ഒരു മാതാവ് നമ്മളെ വിളിച്ചത്. അതെ, അന്നേരം സംസാരിക്കാൻ പോലും വയ്യായിരുന്നു, സംസാരിക്കാൻ മേലായിരുന്നു. അമ്മച്ചിക്ക് പിന്നെ വിളിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കിതപ്പ്, നെഞ്ചെടുപ്പ് കൂടി, നെഞ്ചിടിപ്പ് കൂടി അവിടെ കിടന്നു പോയെന്ന് പറഞ്ഞു, ഭയങ്കരമായിട്ട് വിയർത്ത്. അപ്പൊ പാസ്റ്റർ സ്ക്രീനിൽ നോക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ നിമിഷം തന്നെ അമ്മച്ചിയുടെ ശരീരത്തിൽ നിന്ന് ആ അസ്വസ്ഥത മാറിയ നമുക്ക് അത്ഭുതങ്ങളുടെ കർത്താവ്. ഇന്ന് ഹൃദ്രോഗമാകട്ടെ, കിഡ്നി രോഗമാകട്ടെ, ശരീരത്തിലെ ഏത് മേഖലയിൽ പ്രയാസം നേരിടുന്നുണ്ടെങ്കിൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശു സൗഖ്യമാക്കുമെന്ന് ഉറപ്പാ. ബൈബിൾ അങ്ങനെയാ പറയുന്നത്. യേശുവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു വരിക്കുന്നു. പ്രായാധിക്യ നിമിത്തമുള്ള ക്ലേശമാകാം, അപകട നിമിത്തമുള്ള ക്ലേശമാകാം, പകർച്ചവ്യാധിയോ രോഗങ്ങളോ ആകാം, അല്ലെങ്കിൽ ശരീരത്തിന്റെ അവയവങ്ങൾ ദ്രവിച്ച് ജീർണിച്ച് അല്ലെങ്കിൽ പ്രവർത്തനം നിലച്ച അവസ്ഥയിലാകാം. ടെലഫോണുണ്ട്, നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അതിനു മുമ്പ് ആ ടെലഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. ഹലോ, ഷീബ കാട്ടാക്കട. വേഗം പറഞ്ഞാ ഷീബ. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ മകൾക്ക് ബുദ്ധി വളർച്ച കുറവുള്ളതാണ്. അവർക്ക് പൂർണ്ണ സൗഖ്യം വേണ്ടായിട്ട് പ്രാർത്ഥിക്കണം. കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് മോക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം. വെരി ഗുഡ്. ഷീബ കാട്ടാക്കടയിൽ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അത് കഴിഞ്ഞ ഞായറാഴ്ചത്തെ സ്പെഷ്യൽ സർവീസിൻ്റെ സമയത്ത് ഈ സഹോദരി വിളിച്ചിരുന്നു. മകൾക്ക് ബുദ്ധിമാന്ദ്യമുണ്ട്, അതിനുശേഷം പ്രാർത്ഥനയ്ക്ക് ശേഷം വ്യത്യാസങ്ങളുണ്ടെന്ന് ഇപ്പോൾ തന്നെ ടെലിഫോണിൽ നിന്നുകൊണ്ട് ആ സിസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വ്യത്യാസങ്ങളല്ല, യേശു തരുന്നത് തികഞ്ഞ സൗഖ്യമാണ്. ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ, ഒരുപാട് കുഞ്ഞുങ്ങൾ ബുദ്ധിമാന്ദ്യമുള്ളവരായി അവരുടെ പേരൻസ് ഇവിടേക്ക് ടെലിഫോണിൽ വരുന്നുണ്ട്. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചുകൊണ്ട് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. താങ്കളോ താങ്കളുടെ അറിവിലോ താങ്കളുടെ മക്കളോ പേരൻസോ ആരുമാകട്ടെ, ഈ ഒരു ക്ലേശത്തിലൂടെ ബുദ്ധിമാന്ദ്യം, തലച്ചോറ് വികസിക്കേണ്ട രീതിയിൽ വികസിക്കാതെ, പ്രവർത്തനങ്ങൾ നോർമലാകാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലൂടെ പോകുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അവർ ലോകത്തിലെ ഏതൊരു രാജ്യത്തായിരുന്നാലും ഇന്നലെ ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ടു, യേശുവിന് ദൂരമില്ല. മാത്രമല്ല ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ വചനം ദൈവം അയച്ച് സൗഖ്യമാക്കുക. ദൈവത്തിന്റെ ശക്തിയ ദൈവത്തിന്റെ വചനത്തിന്. ഇന്ന് പകൽ ആ വചനത്തെ പ്രിയപ്പെട്ടവരുടെ മേൽ അയക്കുന്നു. ലോർഡ്, ഐ പ്രേ, കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. Let everything be normal. I bring divine order over their lives in Jesus' mighty name. ദൈവത്തിന്റെ ഓർഡർ, ക്രമം അവരുടെ ശരീരത്തിന്റെ മേൽ ഉണ്ടാകട്ടെ. Every genetic problem gone in Jesus' mighty name. ജനിതകപരമായ പ്രശ്നങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവരിൽ നിന്ന് എന്നേക്കുമായി വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. എന്റെ കർത്താവ് കൊടുത്ത വിടുതലിന് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. പ്രമോദ് പറഞ്ഞു, എന്നിട്ട് അമ്മച്ചിക്ക് എന്ത് പറ്റി? ആ അമ്മച്ചി ആ വീട്ടിൽ തന്നിച്ചാണ് താമസിക്കുന്നത്, വേറെ ആരുമില്ല. മക്കളെല്ലാം വിദേശത്താണ്. എന്നിട്ട് വിദേശത്തിൽ നിന്ന് അമ്മച്ചിയോട് പറഞ്ഞു, പെട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറയാൻ. വിദേശത്ത് മകൾ വിളിച്ചിട്ട് അമ്മച്ചിയോട് പറഞ്ഞു പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറയാൻ. അമ്മച്ചി ആദ്യം 2 പ്രാവശ്യം ദുബൈയിൽ നിന്ന് ധാരാളം ആളുകൾ ഞങ്ങളോടൊപ്പം ഇപ്പോൾ രാവിലെ ഈ പ്രാർത്ഥന ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇത് വെളുപ്പാങ്കാലമാ അവിടെ. ഞങ്ങൾ ഇവിടെ 6 മണിക്ക് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 4 മണി സമയമാ, അല്ലെങ്കിൽ 4:30 സമയമാ. ഈ ധാരാളം ആളുകൾ ദുബൈ, ഷാർജ, UAE കംപ്ലീറ്റിൽ നിന്ന് ഈ സമയത്ത് രാവിലെ ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. എന്നിട്ട് ആ മകൾ പ്രാർത്ഥനാ കേരളത്തിലേക്ക് വിളിച്ചു പറയാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? പ്രാർത്ഥിച്ച് വളരെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അമ്മച്ചിയുടെ ശരീരത്തിൽ പൂർണ്ണ സൗഖ്യമായി. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ഇന്ന് അതുപോലൊരു വിടുതൽ താങ്കൾക്ക് നൽകാൻ യേശുവുണ്ട്. ലോകത്തിന്റെ ഏതൊരു രാജ്യത്ത് താങ്കൾ ഞങ്ങളോടൊപ്പം യേശു ശുശ്രൂഷയിൽ പങ്കെടുക്കുക. Wherever you are,
I would encourage you, only trust in Jesus. And I would encourage you, only trust in Jesus. Only trust in Jesus. Only trust in Jesus. യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇപ്പോൾ ആ ക്ലേശങ്ങൾ അവിടുന്ന് മാറട്ടെ, രോഗങ്ങൾ അവിടുന്ന് മാറട്ടെ. അസ്ഥി സംബന്ധമായ രോഗങ്ങൾ, പ്രത്യേകിച്ച് വളഞ്ഞുപോയ എല്ലുകൾ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ നിവരയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. 26-ാം തീയതി നമ്മുടെ യൗവനക്കാർക്ക് പ്രത്യേകിച്ച് പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള ആ ശുശ്രൂഷയിലേക്ക് നമുക്ക് ആളുകളെ സ്വാഗതം ചെയ്താലോ? തീർച്ചയായിട്ടും 22-ാം തീയതി 3 മണി മുതൽ 5 മണി വരെ നടക്കുന്ന ആ കോൺഫറൻസിലേക്ക് യൗവനക്കാരായ പഠിക്കുന്നവർ നിങ്ങൾക്ക് ഇവിടെ കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതാണ്. ഈ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്ന് അനുഗ്രഹം പ്രാപിക്കാവുന്നതാണ്. ഞായറാഴ്ച 3 മുതൽ 5 മണി വരെയുള്ള സമയങ്ങൾ. പ്രമോദൻ, മകൻ സുഖമില്ലാതെ കിടക്കുന്നു, ദൈവം പൂർണ്ണ സൗഖ്യം തരണം. ഒരു മകൻ മരിച്ചു പോയതാ, അമ്മയാ വിളിച്ചിരിക്കുന്നു തോന്നുന്നു. സുധ പാങ്ങാട് തിരുവനന്തപുരത്തു നിന്ന് വിളിച്ചിരിക്കുന്നത്. ഇനി ഈ മകനൂടെ ഉള്ളൂ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശു സൗഖ്യമാക്കുന്ന ദൈവം. 9 ലൂക്കോസ് 7. ആ പ്രിയ അമ്മയോട് ബൈബിൾ വീട്ടിലുണ്ടെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ വരുന്ന വാക്യങ്ങൾ താഴോട്ട് വായിക്കുക. പ്രത്യേകിച്ച് 13 മുതലുള്ള വാക്യങ്ങൾ എടുത്തു വായിക്കണം. മകൻ യേശു സമ്പൂർണമായ സൗഖ്യം നൽകും. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ഭവനത്തിനകത്ത് വാഴുന്ന മരണത്തിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ. തികഞ്ഞ സൗഖ്യം ആ മകൻ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ശരീരത്തിൽ നീരുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം സകല മേഖലകളിലും ഉണ്ടാകട്ടെ. ആരോഗ്യവാനായി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിപ്പാനിടയാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ വിളിച്ചിരിക്കുന്നു. എക്സാം ഇന്ന് തുടങ്ങിയാണ്. ഒരു ടെൻഷൻ കൂടാതെ എഴുതുവാൻ കൂടെ കർത്താവ് സഹായിക്കണം. ഞങ്ങൾ ഒന്നിച്ച മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് എക്സാം നന്നായി എഴുതുവാൻ തക്കവണ്ണം സ്വർഗീയമായ ജ്ഞാനവും പരിജ്ഞാനവും മകൾക്ക് കൊടുത്താട്ടും ഒരു ടെൻഷനും കൂടാതെ കടന്നു പോകാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. തിരുവല്ലയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മോൾക്ക് മെഡിക്കൽ സീറ്റ് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എൻട്രൻസ് എഴുതിയിട്ടുണ്ട്. മോന് വിവാഹം നടക്കണം, നല്ലൊരു ജോലി ലഭിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, നന്മകളാൽ അവരെ അലങ്കരിച്ചാട്ട് ആ കുഞ്ഞിനെ മെഡിക്കൽ കർത്താവെ കിട്ടുവാനിടയാകട്ടെ. ദൈവിക പ്രവൃത്തിയോടെ വെളിപ്പെടുവാനിടയാകട്ടെ. പൈതലിനെ ഒരുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. കോട്ടയത്തിന്റെ അജിത്ത് വിളിച്ചിരിക്കുന്നു. കസൻ ജോമോനെ മസ്കറ്റിന് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട്, അത് പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ചവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്നായി കർത്താവ് എക്സാം എഴുതുവാൻ തക്കവണ്ണം, കർത്താവ് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം. ഉന്നത വിജയം അവിടുന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ കോട്ടയത്ത് ഉണ്ടായിരുന്ന കളക്ടർ മിസ് മിനി ആൻ്റണി ഇവിടുന്ന് ട്രാൻസ്ഫർ ആകുന്നു. പ്രൊമോഷനോടുകൂടി അടുത്ത സ്റ്റേജിലേക്ക് ജോലിക്കായി പോകുന്നു. ഇന്നത്തെ മനോരമയുടെ ആദ്യത്തെ ഫ്രണ്ട് പേജിൽ തന്നെ ആദ്യത്തെ കോളത്തിൽ തന്നെയുണ്ട്. മിസ്റ്റർ അജിത് കുമാർ കോട്ടയം കളക്ടറായിട്ട് പുതുതായിട്ട് ചാർജ് എടുക്കുന്നു. 2 പേർക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന കേരളത്തിൻ്റെ അഭിനന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നു. തീർച്ചയായിട്ടും കോട്ടയം അനുഗ്രഹിക്കപ്പെട്ടൊരു സ്ഥലമായിരിക്കും. മിസ്റ്റർ അജിത് കുമാറിന് തീർച്ചയായിട്ടും ഈ പട്ടണത്തിൽ കടന്നു വരുന്നത് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കേരളം പ്രത്യേകം നന്ദി ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. നമുക്കൊന്നിച്ച് നമ്മുടെ ഈ ബ്യൂറോക്രസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ത്യയിൽ ധാരാളം ആളുകൾ ഈ രംഗത്ത് ജോലി ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അവരെടുക്കുന്ന തീരുമാനങ്ങൾ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ആകേണ്ടതിന് വേണ്ടി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. IPS, IFS ആൻഡ് IAS ഓഫീസേഴ്സിന് വേണ്ടി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അത് മാത്രമല്ല, ഇവിടെ ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ, ആ രംഗത്ത് പ്രവേശന പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ
വിവരങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവരുടെ പേരൻസോ അവരോ ഇവിടേക്ക് വിളിച്ചു പറയുന്നുണ്ട്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. അവിടുത്തെ ജ്ഞാനം കൊണ്ട് അവിടുന്ന് അവരെ നിറയ്ക്കണം. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ അവരാകട്ടെ. അവരെടുക്കുന്ന തീരുമാനങ്ങൾ ജനജീവിതത്തിന് അനുഗ്രഹത്തിന് രാജ്യത്തിന്റെ പുരോഗതിക്കും കാരണമാകട്ടെ. അവരുടെ മേൽ അങ്ങയുടെ സംരക്ഷണം നൽകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, കോട്ടയത്തായിരുന്ന ഞങ്ങളുടെ കളക്ടർ മിനി ആന്റണി അവരുകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ ഉത്തരവാദിത്തത്തിൽ ഉയർച്ച നൽകണം. ഞങ്ങൾ പ്രത്യേകിച്ച് ഇന്ന് പുതിയതായിട്ട് ചാർജ് എടുക്കുന്ന മിസ്റ്റർ അജിത് കുമാർ എന്ന് ഞങ്ങളുടെ കളക്ടറിനായി പ്രാർത്ഥിക്കുന്നു. നന്മ കൊണ്ട് അദ്ദേഹത്തെ നിറയ്ക്കണം. കോട്ടയത്തിന്റെ എല്ലാ മേഖലകളിലും സമസ്തമായ പുരോഗതി, വിജയം, വികസനം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കൽപ്പിക്കുന്നു. അത് ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ പിതാവേ. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു നമ്മുടെ രാജ്യത്തിനു വേണ്ടി, ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഞാൻ ചിന്തിച്ചു ആ വാക്യങ്ങൾ എടുത്ത് വായിക്കണമെന്ന്, പക്ഷേ സമയത്തിന്റെ പരിമിതിയുണ്ട്. നാളെ രാവിലെ നമ്മൾ ഒന്നിച്ച് കാണുന്നതുവരെയും പരസ്പരം പ്രാർത്ഥനയിൽ ദൈവവചന ധ്യാനത്തിൽ നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. യേശു ഉള്ളത് കൊണ്ട് നമുക്ക് വിഷമിച്ചിരിക്കേണ്ട, പകരം സന്തോഷിക്കാൻ സാധിക്കും. ഞങ്ങളോട് ചേർന്ന് തീർച്ചയായിട്ടും ഞങ്ങളോട് ചേർന്ന് കഴിഞ്ഞ ദിവസം ഒരു മാതാവ് തിരുവല്ലയിൽ തന്നെ വിളിച്ചിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എന്റെ മകൾക്ക് പ്രാർത്ഥനയും ബൈബിൾ വായന ഒന്നും താല്പര്യമില്ലായിരുന്നു. +2 പഠിക്കുന്ന ഒരു മകളാണ്. സന്ദർഭവശാൽ പ്രേയിങ് കേരള എന്ന ശുശ്രൂഷ ഹാർവസ്റ്റ് ടിവിയിലൂടെ കാണാനിടയായി. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞങ്ങളെല്ലാവരെയും വിളിച്ചു എഴുന്നേൽപ്പിച്ച് ആ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുവാൻ മുൻകൈ എടുക്കുന്ന ആ മകളാണ്. തീർച്ചയായിട്ടും ലോകരാജ്യങ്ങളിലുള്ള നമ്മുടെ സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ അറിയിക്കുക. ഇതൊരു പ്രോഗ്രാം കാണുന്നവരെ അല്ല നമ്മൾ ആഗ്രഹിക്കുന്ന, പകരം ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്നവരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നു. ഒന്നിച്ച് ശുശ്രൂഷയിൽ നമുക്ക് യാത്ര ചെയ്യാം. താങ്കളുടെ ഭവനത്തിനകത്ത് നടക്കുന്ന ആരാധനയിൽ, ടെലിവിഷനിലൂടെ, ഇന്റർനെറ്റിലൂടെ എത്തുന്ന ഈ ആരാധനയ്ക്ക് ദൈവത്തിന്റെ വലിയ വിടുതൽ കർത്താവ് പകർന്നുകൊണ്ടിരിക്കുന്നു. harvesttv.in എന്ന വിലാസത്തിൽ ലോകത്തിൽ തത്സമയം ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കും. യൂട്യൂബില് അല്ലാത്ത സമയത്ത് ഈ ശുശ്രൂഷ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ YouTube/It'sOurTimeTV YouTube/It'sOurTimeTV അല്ല എങ്കിൽ ഗൂഗിളിൽ, വെറുതെ ഗൂഗിളിൽ പ്രേയിങ് കേരള എന്ന് ഗൂഗിൾ ചെയ്താൽ തീർച്ചയായിട്ടും ഈ ശുശ്രൂഷയുടെ മുൻ എപ്പിസോഡുകൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. കത്തുകൾ മുഖേന, SMS മുഖേന, ഇമെയിൽ മുഖേന താങ്കളുടെ വിവരങ്ങൾ ടെലിഫോൺ കൂടാതെ ഞങ്ങളെ അറിയിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത് അത്ഭുതത്തിന്റെ നാടുകൾ. ധാരാളം ന്യൂയോർക്കില് ശരീരത്തിന് സുഖമില്ലാതെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പേര് പറയണ്ട എന്ന് പറഞ്ഞ് പാലക്കാട് നിന്ന് ഒരു വ്യക്തി വന്നിട്ടുണ്ട്. ടെലിഫോണിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തില് ന്യൂയോർക്കിലായിരിക്കുന്ന ജീവിതത്തിന് സൗഖ്യം കൽപ്പിക്കുന്നു. പൂർണ്ണ നന്മ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഒക്ലഹോമയില് കഴിഞ്ഞ ദിവസം ഉണ്ടായ കൊടുങ്കാറ്റ് 320 km/h ശക്തമായ കാറ്റടിച്ച് ധാരാളം ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു. ധാരാളം നഷ്ടങ്ങൾ. ഈ പകൽ അതിന് ആശ്രിതർക്കായി പ്രാർത്ഥിക്കാം. അവിടെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിന്റെ മേൽ സുരക്ഷിതത്വം ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത് ചെയ്യാം. ഞങ്ങളുടെ രാജ്യത്തെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കേരളത്തെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഭരണ സംവിധാനത്തെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. നന്മ കൊണ്ട് നിറയ്ക്കും യേശുവിന്റെ നാമത്തിൽ. ഇന്ന് എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കർത്താവ് നൽകിയിരിക്കുന്ന സന്തോഷത്തോടെ അനുഭവിക്കുവാൻ ദൈവം നമുക്ക് എല്ലാവർക്കും ഇവിടെയാകട്ടെ. 2 കരങ്ങളും ഉയർത്തി ഞാൻ പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. Wherever they are, Lord, I bless them in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അവരെ എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വിജയത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു ദിവസമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. നാളെ പ്രഭാതത്തിൽ നമുക്ക് കാണണം. 26 ഞായറാഴ്ചത്തെ ശുശ്രൂഷ എല്ലാവരോടും ഉച്ചയ്ക്ക് 3 മുതൽ 5 മണി വരെ ശ്രേഷ്ഠമായ ഒരു കോൺഫറൻസ് ആയിരിക്കും. അത് മാത്രമല്ല 28-ാം തീയതി
100 ദിവസങ്ങൾ പ്രേയ് കേരള പൂർത്തീകരിക്കുക. പ്രഭാതത്തിലെ ശുശ്രൂഷയുടെ നമുക്ക് ഒന്നിച്ചത് ദൈവസന്നിധിയിൽ ആനന്ദിക്കണം, ആഘോഷിക്കണം. ശ്രേഷ്ഠനായ ദൈവഭക്തന്മാർ, വിശേഷ റവറൻഡ് ഡോക്ടർ ഹാരി ഗോംസ് അവരുകൾ ആ ശുശ്രൂഷയിൽ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഇത് അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും ശ്രേഷ്ഠമായ സമയമായിരിക്കും. യേശു ഉള്ളത് കൊണ്ട് നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. In Jesus we have bright future. യേശു യേശു വലിയവൻ, യേശു വലിയവൻ, യേശു വലിയവൻ.